ആടുജീവിതം നമ്മളെല്ലാവരും വായിച്ച് മനസ്സറിഞ്ഞ പുസ്തകമാണ്. അത്രയും പരിചിതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പോലും, അത്രയും പരിചിതമായിട്ടുള്ള സാഹചര്യം, ആ പ്രതിസന്ധിയൊക്കെ മലയാളിക്ക് കാണാൻ പാഠമായിരുന്നിട്ട് പോലും വായിച്ചപ്പോൾ നമ്മുടെ ഇമാജിനേഷനിൽ കിട്ടിയ അതേ വേദന നമ്മൾ കണ്ടുകൊണ്ട് സ്ക്രീനിലേക്ക് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ അതിൽ പൃഥ്വിരാജിനെ കണ്ടു എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ തന്നെ നമുക്ക് നജീബ് എന്ന ക്യാരക്ടറായിട്ട് പൃഥ്വിരാജ് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ ഒരു അങ്കലാപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യുന്നു. And such scenes such as where he's drinking water with the goats. And this complete surrender to the character. To the role, his vulnerability exposed, his eyes. I think he's somebody who acts with his eyes as well. I don't think I've seen a film like this. ആടുകളുടെ ഇടയിലേക്കാണ് ആ മനുഷ്യൻ ചേർന്നത്. അതായത് നമ്മളൊക്കെ ഒരു പ്രവാസികളാണ്, വളരെ പ്രതീക്ഷയോടെ വന്നൊരു പ്രവാസി. ആ പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിൽ മരുഭൂമിയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, ഒരുപാട് കാലം പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുമ്പോൾ സ്വയം ഒരു ആടായിട്ട് പൃഥ്വിരാജ് മാറുന്നതിനെ നമുക്ക് ഇന്നത് കാണാൻ പറ്റും. കാറിന്റെ സൈഡ് മിററിൽ നോക്കുന്ന ഒരു സീനുണ്ട്. സൈഡ് മിററിൽ ഹി സീയിങ് ഹിംസെൽഫ്, ഹി സീയിങ് ദ അതർ Najib that he's not ever seen, the side of him that he's never seen, the one with taadi and mudiyokka valarthiyittu adinathu പൃഥ്വിരാജ് ബ്രേക്ക് ആവുന്ന ഒരു സീനുണ്ട്. അതിന്റെ കൂടെ നമ്മളും ബ്രേക്ക് ആവും. അത്രയ്ക്ക് ഡീപ്പായിരുന്നു ആ സീൻ. അദ്ദേഹം റൊട്ടി കഴിക്കുന്ന ഒരു സീനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം ആ റൊട്ടി കഴിക്കുമ്പോൾ അദ്ദേഹം ചവക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ആട് എങ്ങനെയാണ് ഒരു റൊട്ടി കഴിക്കുക, അല്ലെങ്കിൽ ആട് എങ്ങനെയാണ് ഒരു ഭക്ഷണം കഴിക്കുക, അതേ രൂപത്തിലാണ്. ആ സീൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും തൻ്റെ സുഹൃത്തിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ആടിൽ നിന്നും പൃഥ്വിരാജ് ഒരു മനുഷ്യനായി മാറുന്നതും അവരോട് സംവദിക്കുന്ന രീതിയും, എനിക്കൊന്ന് ഡയലോഗ് പോലെ ആ സമയത്ത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരു ട്രാൻസിഷനാണ്. അദ്ദേഹം ഒരു ആടാണ്, അതിൽ നിന്നാണ് അദ്ദേഹം മനുഷ്യനായി മാറുന്നത്. അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു ആക്ടർ ചെയ്ത് കാണിച്ചിരുന്നത്. The time when he runs to his escape എന്ന് പറയുന്നൊരു മൊമെന്റ് ഉണ്ട്. ഈ വീട്ടിൽ പോവാണ്. I think that is the moment when I realized actor എന്ന് പറയുന്നത് എന്താണ്. കുറേ ദിവസങ്ങൾ ഇതുപോലെ തന്നെ ആ മരുഭൂമിയിലൂടെ ഒക്കെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷം വെള്ളം കാണുമ്പോഴൊരു സീനില്ലേ, oh my gosh, and I feel like Prithviraj has really bridged the gap between the screen and our hearts. എല്ലാ പ്രശ്നങ്ങളും തീർന്നു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് അവിടുന്ന് അർബാബ് പോകുമ്പോൾ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം നജീബ ചുമരിൽ ചാരിയിരിക്കുന്ന ഒരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട്. പൃഥ്വിരാജിന്റെ അഭിനയത്തിൽ അത്രമേൽ മികച്ചതായിട്ടുള്ള ഒരുപാട് മൊമെന്റുകൾ നമുക്ക് ആടുജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളാരും അനുഭവിക്കാത്ത, നമ്മളാരും കണ്ട് പരിചയമില്ലാത്ത ഒരു പ്രവാസി ജീവിതം നമുക്ക് മുന്നിലേക്ക് അഭിനയിച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അദ്ദേഹം തന്നെയാണ് ഈ പ്രവാസി മണ്ണിൽ വെച്ചുകൊണ്ട് ഈ അവാർഡിന് ഏറ്റവും അർഹനായ വ്യക്തി. I think the film deserves every bit of award and credit. അതിനെ അംഗീകരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹമല്ല അംഗീകരിക്കപ്പെടുന്നത്, യഥാർത്ഥത്തിൽ ഈ അവാർഡാണ് അംഗീകരിക്കപ്പെടുന്നത്. There's one name in my mind and that is Prithviraj. There's one name in my mind and that is Prithviraj. You deserve that. He completely deserves. He completely deserves. And in one voice, all of us say, in our hearts, in our choices, there is only one man that deserves the award. Ladies and gentlemen, if it's true, please put your hands together for Prithviraj. ആളുകളുടെ ഇഷ്ടമായ ആൾക്കാർ മാത്രം ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു കയ്യടി കൊടുക്കാൻ പറ്റും.
Thank you everyone. Thank you. Please be seated. But എന്തൊരു ചൊല്ലി നമ്മളെല്ലാവരും ഇമോഷണലായിട്ടാണ് ഇപ്പം അത് ഓരോന്നും കണ്ടത്. You went through the whole process. എനിക്കത് മുഖത്ത് കാണാനുണ്ടായിരുന്നു അവിടെ. ആ പഴയ ആ സംഭവങ്ങളെല്ലാം ഇങ്ങനെ മുഖത്ത് മാറുന്നുണ്ടായിരുന്നു. But it will not be complete. First of all, what do you have to say about this Another Girl? Then I'll tell you. Thank you so much for all the nice words and for the standing ovation. നമ്മൾ ഈ എല്ലാ ആക്ടേഴ്സും, ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോ സിനിമയും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈ ആക്ടേഴ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുള്ളൂ. നമ്മൾ ആ കഥാപാത്രത്തിന് നമ്മൾ ചില ഇങ്ങനൊരു നമ്മളതിനെ സ്റ്റഡി ചെയ്തിട്ട് നമ്മളതിലേക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊന്നും ഒരു 90% ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെടില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മൾ ചെയ്യുന്ന ഓരോ ചേഷ്ടകളും അല്ലെങ്കിൽ നമ്മൾ ബോഡി ലാംഗ്വേജിലും ഒക്കെ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നോട്ടീസ് ചെയ്യപ്പെടണമെന്നില്ല. പക്ഷെ then there are some films, some very special films like ആടുജീവിതം, where you realize that നമ്മൾ ചെയ്ത ഏറ്റവും മൈന്യൂട്ട് എഫേർട്ട് പോലും പ്രേക്ഷകരത് കണ്ടു and they realize what we have done. അപ്പോൾ അതൊക്കെ ഇപ്പോൾ I heard somebody saying that ഞാൻ റൊട്ടി കഴിക്കുന്നത് ആട് ചവയ്ക്കുന്ന പോലെയാണെന്ന്. That was deliberate and അതാണ്. പക്ഷേ ആട് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഇയാൾ കഴിക്കണം എന്നുള്ളത് ഒരു ഡെലിബറേറ്റ് ഒരു ക്യാരക്ടർ പ്രോപ്പാണ്. അത് ഒരു നോർമൽ ഓഡിയൻസ് അത് കണ്ടു, അത് റെക്കഗ്നൈസ് ചെയ്തെന്ന് പറയുന്നത് യു റിയലി ഫീൽ ഗ്രാറ്റിഫൈഡ്. അപ്പോൾ അത് താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ എപ്പോഴും പറയും, ലൈക്ക് ഒരുപാട് സിനിമകൾ ചെയ്യും, ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകും, ഇനിയും ഉണ്ടാകട്ടെ. പക്ഷെ there will be once in a while ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഞാനൊരു നടനായതുകൊണ്ട് മേ ബി ഫോർ യു ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടേതായ കർമ്മമേഖലകളിൽ ഒരു ലൈഫ് എക്സ്പീരിയൻസ് will come along that will really change your perspective. നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിനെ കാണുന്ന രീതി, നമ്മൾ നമ്മുടെ മീഡിയത്തിനെ കാണുന്ന രീതി, യു റിയലൈസ് this is actually what it means. അങ്ങനെ ഒരു മൊമെന്റ് നിങ്ങൾക്കുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ എപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ, ലൈക്ക് എനിക്കൊരു 11 വയസ്സുള്ള മകളുണ്ട്. നാളെ അവൾക്കൊരു സിനിമ നടിയാകണമെന്നുണ്ടെങ്കിൽ, and if she asks me, Asha, what does it mean to be a film actor? എനിക്ക് എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഉള്ള ഏറ്റവും നല്ല ഉത്തരം